ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ദിസ് ഇസ് മീ വിത്ത് മല്ലു എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പോൾ ഒരു ജയന്റ് മാനും കുഞ്ഞാളും പുറത്തേക്ക് വരികയാണ്. ഐക്കൻ സുപ്രീം കായ് ആണെങ്കിൽ അവനെ കണ്ട് ഷോക്കാവും. ബാബുഡി വളരെ പവർഫുൾ ആണ്. അവനോടൊപ്പം ഇപ്പൊ ഡാബ്രയും ഉണ്ട്. ആ ഹൈറ്റുള്ള വലിയവൻ അവനാണ് ഡാബ്ര. അവൻ നമ്മൾ കരുതും പോലെയല്ല, വളരെ പവർഫുൾ ആണ്. ഇത് ശരിക്കും ഒരു അധോലോകം തന്നെയാണ്. വലിയ ഒരുപാട് വില്ലന്മാരുള്ള ഒരു അധോലോകം. ആ ഡാബ്രയുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ആ ചെറിയ ആള്, അതാണ് ബാബുഡി. അത് കേട്ട് നമ്മുടെ ആൾക്കാർ ഷോക്കാവും. ഇത്രയും ചെറിയൊരാളെയാണോ നിങ്ങൾ ഇത്രയും ഭയപ്പെടുന്നത്? അത് കേട്ട് സ്പൈക്കും പറയും, അവനെ കാണുമ്പോലെയല്ല, അവന്റെ മന്ത്രത്തിന് അപാര ശക്തിയാണ്. ആ ഡാബ്രയെ പോലും അവൻ അവന്റെ പവർ ഉപയോഗിച്ച് അവന്റെ ാക്കി വെച്ചിരിക്കുകയാണ്. അത് കേട്ട് നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ ഭയങ്കര അത്ഭുതം തോന്നും. നിങ്ങൾ എന്തായി പറയണേ? അവന്റെ മന്ത്രശക്തി ഉപയോഗിച്ച് മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യാനായിട്ട് അവനെ കൊണ്ട് പറ്റുമോ? അതിന് അവര് പറയും, അതെ, അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അവന് അങ്ങനെ ഒരു കഴിവുണ്ട്. അവന്റെ പവർ ഉപയോഗിച്ച് മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യാനും അവരുടെ പവർ ഉപയോഗിക്കാനും അവനെ കൊണ്ട് പറ്റും. അവരോടൊപ്പം ഇനിയും ആൾക്കാരുണ്ട്. നല്ലവരായവർക്ക് മാത്രമേ അവരുടെ ആ ഒരു നെഗറ്റീവ് വലയത്തിൽ നിന്ന് രക്ഷപ്പെട്ട് വരാനായിട്ട് കഴിയൂ. അത് വളരെയധികം പ്രയാസമുള്ള കാര്യമാണ്. ഉടനെ വെജിറ്റി ആണെങ്കിൽ അവരോട് ചോദിക്കും, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് അവരെ തോൽപ്പിക്കാൻ കഴിയില്ല എന്നാണോ നിങ്ങൾ പറയണേ? നോക്കുവാണെങ്കിൽ ഇപ്പൊ മൊട്ടപ്പനെ നോക്കും. അങ്ങനെയാണെങ്കിൽ നീ തിരികെ പോകുന്നതാണ് നിനക്ക് നല്ലത്. അതിന് മൊട്ടപ്പൻ പറയും, നിങ്ങളുടെ കൂടെ നിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും അബദ്ധം സംഭവിക്കുമോ എന്ന് എനിക്ക് ചെറിയൊരു ഭയമുണ്ട്. കാരണം ഞാൻ പല മണ്ടത്തരങ്ങളിലും മുൻപ് പോയി വീണിട്ടുണ്ട്. അതിന് ഗോക്കു പറയും, അതുകൊണ്ട് മാത്രമല്ല നിന്നെ ഞങ്ങൾ പറഞ്ഞുവിടാൻ ആഗ്രഹിക്കുന്നത്. നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ചു കാലഘട്ടം മാത്രമേ ആയിട്ടുള്ളൂ. വീണ്ടും ഒരു അപകടത്തിലേക്ക് നിന്നെ തള്ളിവിടാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അത് കേട്ട് മൊട്ടപ്പനാണെങ്കിൽ തിരിച്ച് തലചൊറിയും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ തിരികെ പോയിക്കോട്ടെ. എന്റെ ഭാര്യ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവെന്ന് പറയും. ഇതാ ഇവിടെ ജയൻസ് ആണെങ്കിൽ അവർ കളക്ട് ചെയ്ത ഗൊഹാന്റെ പവർ അതിപ്പോ ബാബുഡിക്ക് കൊടുക്കുകയാണ്. അവനാണെങ്കിൽ അവരോട് പറയും, വാവ്, ശരിക്കും അടിപൊളിയായിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്തെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ഡാബ്രയ്ക്ക് അത് കാണിച്ചു കൊടുക്കും. ആ ജയൻസ് പറയും, അങ്ങേക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇതെല്ലാം ചെയ്തത്. അങ്ങേക്ക് വേണ്ടി എന്തും ചെയ്യാനും ഞങ്ങൾ തയ്യാറാണ്. ഉടനെ ബാബുഡി ആണെങ്കിൽ അങ്ങനെ ടേൺ ചെയ്ത് ഇപ്പൊ അവനോട് ചോദിക്കും, എനിക്ക് വേണ്ടി നിങ്ങളുടെ ജീവൻ അത് സാക്രിഫൈസ് ചെയ്യാനും നിങ്ങൾ തയ്യാറാണോ? അത് കേട്ട് അവര് ഞെട്ടും. അടുത്ത നിമിഷം അവനാണെങ്കിൽ അവന്റെ പവർ ഉപയോഗിച്ച് ഇപ്പൊ ഒറ്റകളെ തകർത്ത് കളയും. അവനാണെങ്കിൽ അത് കണ്ട് ഭയപ്പെട്ട് അവിടുന്ന് പറന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. ഉടനെ ആ ബാബുഡി വില്ലനാണെങ്കിൽ അവന്റെ അസിസ്റ്റന്റിനോട് ചോദിക്കും, നീ എയിം ചെയ്യാനായിട്ട് കറക്റ്റായിട്ട് പഠിച്ചതല്ലേ? നിന്റെ സ്കില്ല് അത് കാണിക്ക്. ഉടനെ അവനാണെങ്കിൽ കൈ ടേൺ ചെയ്ത് ഇപ്പോ അവനെ തകർത്ത് കളയും. ഈ പടക്കം പൊട്ടുമ്പോഴുള്ള ശബ്ദം അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് അവരാണെങ്കിൽ അങ്ങനെ പരസ്പരം ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ്. ഇവിടെ നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ ഭയം കൂടും. ഇത്രയും വൃത്തികെട്ട ടീമിലുള്ളവരെ പോലും വളരെ ദാരുണമായിട്ട് കൊല്ലുന്നവരാണ് ഇപ്പോ അവരുടെ മുൻപിലുള്ള വില്ലന്മാരെന്ന് ഇപ്പൊ നമ്മുടെ ആൾക്കാർ തിരിച്ചറിയും. പെങ്കുമാനാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം കണ്ട് നമ്മുടെ ആൾക്കാരോട് പറയും, അവൻ അത്രയധികം വൃത്തികെട്ടവനും ദുഷ്ടനുമാണ്. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാവരെയും അവൻ അവന്റെ മന്ത്രശക്തി ഉപയോഗിച്ച് അവന്റെ കൺട്രോൾ എടുക്കും. അതിനുശേഷം യാതൊരു ദാക്ഷിണ്യമില്ലാതെ അവൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് അത് നേടിയെടുത്തതിന് ശേഷം അവരെ കൊന്നുകളയും. അതാണ് അവന്റെ രീതി. അവന്റെ പുഷിച്ച മനസ്സും ദുഷ്ട മനസ്സും അത്രത്തോളം ക്രൂരമാണ്. അത് കേൾക്കുമ്പോൾ നമ്മുടെ ആൾക്കാർക്കും ഒരുപാട് പ്രയാസവും അവനോട് ഒത്തിരി ദേഷ്യമൊക്കെ തോന്നും. ബാബുഡി ആണെങ്കിൽ ഇപ്പോ ആ ഡാബ്രയോട് പറയും, ഇവിടെ മറ്റൊരു പവർ കൂടെ എനിക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. മറ്റൊരു പവറല്ല, ഒരുപാട് പവറുകൾ ആരോ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ആ സുപ്രീം കായുടെ പവർ കൂടെ എനിക്ക് സെൻസ് ചെയ്യാനായിട്ട് കഴിയുന്നു. അത് കേട്ട് ഡാബ്ര പറയും, അതെ, അവരെല്ലാവരും പതുങ്ങിയിരിക്കുകയാണ്. ഒരു കാരണവശാലും അവരെ വെറുതെ വിടരുത്. പെങ്കുമാനും അതുപോലെ തന്നെ സുപ്രീം കായും അവരോടൊപ്പം വേറെ 5 പേരെ കൂടെ എനിക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ 5 പേരെ ഇതുവരെ ഞാൻ സെൻസ് ചെയ്യാത്ത പവർ ലെവൽ ഉള്ളവരാണ്. അവരാരാണെന്ന് എനിക്ക് അറിയില്ല. അവരാണെങ്കിൽ പരസ്പരം പറയും, സുപ്രീം കായെ പോലെ നമുക്ക് ആവശ്യമുള്ളവരുടെ പവർ അത് നമ്മൾ എടുക്കണം, ബാക്കിയുള്ള മണ്ടന്മാരെ നമ്മൾ ഇല്ലാതാക്കണം. ബാബുഡി ആണെങ്കിൽ ഡാബ്രയോട് പറയും, ആ സുപ്രീം കായെ മാത്രം നീ ഒന്നും ചെയ്യാൻ പാടില്ല. എന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചവനെ എനിക്ക് തന്നെ ഇല്ലാതാക്കണം, അത് നീ മറക്കരുത്. അതിന് ഡാബ്ര പറയും, ഒരിക്കലും ഇല്ല. നിങ്ങളുടെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് മാത്രമേ ഞാൻ ഓരോ കാര്യങ്ങളും ചെയ്യൂ എന്ന് പറഞ്ഞ് അവനാണെങ്കിൽ നമ്മുടെ ആൾക്കാരെ അന്വേഷിച്ച് അവിടേക്ക് പോകാൻ തയ്യാറാവുകയാണ്. വലിയ തലയുള്ളവനാണെങ്കിൽ ഇപ്പൊ ഡാബ്രയോട് ചോദിക്കും, ഞാനും കൂടെ അവന്റെ കൂടെ പോയിക്കോട്ടെ. അതിനവൻ പറയും, ഇപ്പൊ ഡാബ്രയ്ക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യം അവിടെ ഉള്ളൂ, നീ എന്റെ കൂടെ വരാൻ പറഞ്ഞ് അവർ രണ്ടുപേരും അകത്തേക്ക് പോകും. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. അടുത്ത നിമിഷം ആ ഡാബ്രയാണെങ്കിൽ നമ്മുടെ ആൾക്കാരുടെ അടുത്തേക്ക് വരികയാണ്. നമ്മുടെ ആൾക്കാർ അത് തിരിച്ചറിഞ്ഞ് അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴേക്കും അവരുടെ തൊട്ടടുത്തേക്ക് വന്ന് പിങ്കുമാന്റെ നേർക്ക് അവന്റെ കൈ അങ്ങനെ നീട്ടും. അവനാണെങ്കിൽ ഞൊട്ടിയടയില് പിങ്കുമാനെ തകർത്ത് കളയാണ്. ഗോക്കു ആണെങ്കിൽ അത് കണ്ട് അവനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങും. അവനാണെങ്കിൽ നൈസായിട്ട് ഡൈവേർട്ടായി വന്ന് നമ്മുടെ മൊട്ടപ്പന്റെ നേർക്ക് തന്റെ സലൈവ ആഞ്ഞു തുപ്പുകയാണ്. അത് കണ്ട് ഇപ്പോ ആ ഒരു കിങ് കായ്, സുപ്രീം കായ് ആളാണെങ്കിൽ വിളിച്ചു പറയും, ഇത് വലിയ അപകടമാണ്. അവന്റെ ആ ഒരു സലൈവയിൽ പോലും വലിയ അപകടം പതിയിരിപ്പുണ്ട്. ഉടനെ പിക്കലോ ആണെങ്കിൽ നേർക്ക് ചാടി വരും. അവനാണെങ്കിൽ അറഞ്ചം പുറഞ്ചം ഇപ്പൊ അവന്റെ സലൈവ പിക്കലോയ്ക്ക് നേരെയും ആഞ്ഞു തുപ്പും. ഇവിടെ മൊട്ടപ്പനാണെങ്കിൽ ഞൊട്ടിയടയില് കല്ലായി മാറുകയാണ്. അത് കണ്ട് എല്ലാവരും ഷോക്കാവും. അതിനുശേഷം പിക്കലോയും ഇപ്പൊ പതിയെ കല്ലായി മാറും.
ഗോക്കു ആണെങ്കിൽ പാനിക് ആവും. സത്യത്തിൽ ഇവിടെ എന്താ സംഭവിക്കണേ? അതിനാ സ്പൈക്കും പറയും അവർ രണ്ടുപേരും ശരിയായിട്ട് മാറിയിരിക്കുകയാണ്. ഇതാ ഡാബ്രയുടെ ഒരു വൃത്തികെട്ട പവറാണ്. ഗോക്കു ആണെങ്കിൽ ഷോക്കാവും. നിങ്ങൾ എന്താ ഈ പറയണേ? എനിക്ക് എന്റെ ഫ്രണ്ട്സിനെ തിരികെ പിടിക്കണം എന്ന് പറഞ്ഞ് ഇപ്പൊ ഗോക്കു ആണെങ്കിൽ ആ ശിലയിൽ സ്പർശിക്കും. അത് കണ്ട സുപ്രീം കായ് ആണെങ്കിൽ ഗോക്കുവിനോട് പറയും, നോ, ഒരു കാരണവശാലും അതിന് തൊടാൻ പാടില്ല. അത് തകർന്നു പോയി കഴിഞ്ഞാൽ നമുക്കൊരിക്കലും അതിനെ ബാക്ക് ടു നോർമൽ ആക്കാൻ കഴിയില്ല. അത് കേട്ട് ഗോഹാനും നമ്മുടെ ആൾക്കാരും എല്ലാവരും ഷോക്കാവും. ഗോക്കു ആണെങ്കിൽ അവരെ രണ്ടുപേരെയും നോക്കി, അപ്പോ ഈ ഒരു ശില അത് തകർന്നു പോയാൽ നമുക്കൊരിക്കലും അവരെ ബാക്ക് ടു നോർമൽ ആക്കാൻ കഴിയില്ല അല്ലേ? എങ്ങനെയായിരിക്കും നമുക്കിനി ഇവരെ തിരികെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ കഴിയുക? അതിനെന്തെങ്കിലും വഴി നിങ്ങൾക്കറിയോ? അതിന് സുപ്രീം കായ് പറയും, അതിന് ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ, ആ ഒരു ഡാബ്രയെ അവനെ തോൽപ്പിക്കണം. ഇവിടെ ഡാബ്രയാണെങ്കിൽ ആൾക്കാരെ നോക്കി കളിയാക്കി ചിരിക്കും. നിങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങളുടെ ഫ്രണ്ട്സിനെ കല്ലാക്കി മാറ്റിയതുപോലെ നിങ്ങളും കല്ലായി മാറണ്ടെങ്കിൽ ഇവിടുന്ന് ഓടി രക്ഷപ്പെടും. ഇവിടെ ഹീറോയും ഗോഹാനും ഇവിടെ ആൾക്കാരും എല്ലാവരും അവനെ തകർക്കാനായിട്ട് ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അവരാണെങ്കിൽ അവനെ ഉറ്റുനോക്കും. നോക്കി നിൽക്കാൻ സമയമില്ല, എത്രയും വേഗം അവനെ തകർക്കണമെന്ന് പറഞ്ഞ് ഗോഹാനും ഗോക്കുവും ഇപ്പൊ പേടകം ലക്ഷ്യമാക്കി പോവാണ്. അത് കണ്ട് ഇപ്പോ സുപ്രീം കായ് ആണെങ്കിൽ വിളിച്ചു പറയും, ദയവ് ചെയ്ത് പറയുന്നത് നിങ്ങൾ കേൾക്കണം. ഒരു കാരണവശാലും അവരുടെ അടുത്തേക്ക് പോകാൻ പാടില്ല. അവർ ഇതിനു വേണ്ടി തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. നിങ്ങൾ എങ്ങനെയെങ്കിലും അവരുടെ കയ്യിലെത്തിക്കുക. അതിനുശേഷം നിങ്ങളുടെ കൺട്രോൾ എടുക്കുക. അവരുടെ കയ്യിൽ പെട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ കൊണ്ട് അതിൽ നിന്ന് തിരികെ വരാൻ കഴിയില്ല. സോ ഇപ്പൊ ഞാൻ പറയുന്നത് കേൾക്ക്. നിങ്ങൾ എടുത്തുചാട്ടം നിർത്തി ഒരല്പം സമാധാനമായിട്ട് നിൽക്ക്. അതിന് ഗോക്കു ആണെങ്കിൽ ദേഷ്യപ്പെട്ടു പറയും, ഞങ്ങളെ കൊണ്ട് പറ്റില്ല. ഞങ്ങളുടെ 2 ഫ്രണ്ട്സ് ഓൾറെഡി കല്ലായി കഴിഞ്ഞു. എങ്ങനെയെങ്കിലും അവരെ തകർത്ത് തിരികെ പിടിക്കണമെന്ന് പറഞ്ഞ് ഇപ്പൊ അവർ രണ്ടുപേരും ആ ഒരു വലിയ പേടകത്തിന്റെ അടുത്തേക്ക് പോകും. അവർക്ക് തൊട്ടു പിന്നാലെ വെജിറ്റയും ഇപ്പോ ആ ഒരു സുപ്രീം കായ് നോക്കി പറയും, ചില സമയത്ത് ഞങ്ങൾക്ക് വയലൻസ് ആണ് കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞ് അങ്ങനെ അവനും ഇപ്പോൾ അവർക്ക് പിന്നാലെ പോവും. ഇവിടെ സുപ്രീം കായ്ക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഓ നോ, ഞാൻ പറയുന്നൊന്നും അവർ മനസ്സിലാക്കുന്നില്ല. ഇവിടെ ഗോക്കുവും ഗോഹാനും വെജിറ്റയും 3 പേരും ആ പേടകത്തിലൂടെ താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഇവിടെ ആ ഒരു ഡബിഡി അവനാണെങ്കിൽ ഇപ്പൊ അവന്റെ കയ്യിലുള്ള ഗോളത്തിൽ വെച്ച് അവർ താഴേക്ക് വരുന്നത് കാണും. അവർ ശരിക്കും മണ്ടന്മാരാണ്. നമ്മുടെ പ്ലാൻ അവർ കറക്റ്റായിട്ട് വീണു. നമ്മുടെ ആൾക്കാരാണെങ്കിൽ ഇവിടെ താഴെ ലാൻഡ് ചെയ്യും. അവർ ചുറ്റും നോക്കും. ആകെ ഒരു ഡോർ മാത്രമേ അവർക്ക് മുൻപിലിപ്പോൾ ഉള്ളൂ. നമ്മൾ എങ്ങനെ അകത്തേക്ക് പോകും? ആ വില്ലന്മാർ നമ്മൾ എങ്ങനെ തോപ്പിക്കുമെന്ന് ഗോഹാനാണെങ്കിൽ ഗോക്കുവിനോട് ചോദിക്കും. അതിന് ഗോക്കു പറയും, ആ ഒരു ഡോർ തകർത്ത് നമുക്ക് അകത്തേക്ക് പോയി നോക്കാം. അങ്ങനെ അവർ കാര്യമായിട്ട് പ്ലാൻ ചെയ്യുന്ന അതേ സമയത്ത് തന്നെ സുപ്രീം കായും അവിടേക്ക് കടന്നു വരികയാണ്. ഗോക്കു ആണെങ്കിൽ സുപ്രീം കായോട് പറയും, അവസാനം നിങ്ങളും ഞങ്ങളോടൊപ്പം ചേരാൻ തീരുമാനിച്ചു അല്ലേ? അതിൽ സുപ്രീം കായ് പറയും, നിങ്ങൾ ഒറ്റയ്ക്ക് അപകടത്തിലേക്ക് തള്ളിവിടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വന്നെന്ന് പറയും. അടുത്ത നിമിഷം ആ ഡോർ ക്ലോസ് ആവും. ഈ ആ ബാബിഡിയെ തകർക്കാതെ നമുക്ക് ഇവിടുന്ന് പുറത്തേക്ക് പോകാനോ രക്ഷപ്പെടാനോ കഴിയില്ല. അതിന് വജീറ്റ പറയും, ഒരു കാരണവശാലും പേടിക്കണ്ട, അവന്റെ എന്നെ കയ്യിൽ കിട്ടിയ ഒറ്റയടിക്ക് ഞാൻ കൊന്നുകളയും. അത് കേട്ട് സുപ്രീം കായ് പറയും, നമ്മുടെ ഭാഗത്തുനിന്ന് ചെറിയൊരു തെറ്റുണ്ടായാൽ പോലും ആ ഒരു വലിയ വിസാർഡ് പുറത്തേക്ക് വരും. വളരെയധികം കെയർഫുൾ ആയിട്ട് വേണം നമ്മൾ ഓരോ സ്റ്റെപ്പ് മുൻപോട്ടേക്ക് വെക്കാൻ. ഇവിടെ ആ ഒരു ഡാബിഡി അവനാണെങ്കിൽ അവന്റെ അസിസ്റ്റന്റിനോട് പറയും, നീ എത്രയും വേഗം ആ ചെറിയ ചെക്കന്റെ പവർ അത് അബ്സോർബ് ചെയ്ത് ഇവിടേക്ക് തിരികെ വാ. അത് കേട്ട് അവൻ ഓക്കെ പറഞ്ഞ് അവിടുന്ന് കടന്നു പോവാണ്. ആ വലിയ തലയുള്ളവനാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ആൾക്കാരുടെ അടുത്തേക്ക് വരും. സ്റ്റേജ് 1ലേക്ക് സ്വാഗതം. ബാബിഡി ഉള്ളത് ഇതിന് താഴെയാണ്. ഓരോ സ്റ്റേജ് കടന്നുപോയാൽ മാത്രമേ അദ്ദേഹത്തെ കാണാൻ നിങ്ങളെ കൊണ്ട് കഴിയൂ. ഈ ഒരു ലെവല് കഴിയണമെങ്കിൽ നിങ്ങൾ ആദ്യം എന്നെ കൊല്ലണം എന്ന് പറയും. കട്ട് ചെയ്താ ഇവിടെ ഡാബിഡി അവനാണെങ്കിൽ ആ ഒരു വലിയ വിസാർഡിന്റെ ഗോളത്തിലേക്ക് അവർ കളക്ട് ചെയ്ത് കൊണ്ടുവരുന്ന ആ ഒരു പവർ അതങ്ങനെ ഇൻജെക്ട് ചെയ്യാണ്. അവൻ ആ മീറ്റർ കണ്ട് ഞെട്ടും. കാരണം ഓൾമോസ്റ്റ് നല്ല രീതിയിൽ പവർ ഫില്ലായിട്ടുണ്ട്. ഒരല്പം കൂടെ പവർ കിട്ടുമായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് പുറത്തു വരാനായിട്ട് കഴിഞ്ഞാനെ. ഞാനൊരല്പം എടുത്തു ചാടിപ്പോയി അവരെ ഇത്ര വേഗം കൊല്ലണ്ടായിരുന്നു. ഡാബ്ര പറയും, അതൊരു എടുത്തുചാട്ടമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ ഇവിടേക്ക് വന്ന 3 പേർക്ക് നല്ല പവറാണ്. അവരുടെ പവർ നമുക്ക് അബ്സോർബ് ചെയ്തെടുക്കാൻ കഴിഞ്ഞാൽ ഉറപ്പായാലും അദ്ദേഹത്തെ പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയും. അത് കഴിഞ്ഞ് ഡാബിഡി ആണെങ്കിൽ ഇപ്പോ നമ്മുടെ ആൾക്കാരുടെ അവസ്ഥ എന്താണെന്ന് അറിയാനായിട്ട് ആ ഗോളത്തിലേക്ക് നോക്കും. അപ്പൊ അവർ കാണും നമ്മുടെ ആൾക്കാർ 3 പേരും ചേർന്ന് സ്റ്റോൺ പേപ്പർ സിസർ അത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്കാണെങ്കിൽ അതുകൊണ്ട് ഭയങ്കര അത്ഭുതം. അവസാനം ഇപ്പൊ വജീറ്റ ആണെങ്കിൽ ജയിക്കുകയാണ്. ഇവരെ തകർക്കുക എന്നുള്ളത് എന്റെ അവകാശമാണെന്ന് പറയും. അത് കേട്ട് ആ ഒരു വില്ലനാണെങ്കിൽ പൊട്ടിച്ചിരിക്കും. സുപ്രീം കായ് സ്പൈക്കറാണെങ്കിൽ ഇപ്പൊ അവരോട് പറയും, ബാബിഡിയുടെ അസിസ്റ്റൻസ് വളരെ പവർഫുൾ ആണ്. അവരെ തോൽപ്പിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇവിടെ വജീറ്റയും ആ ഒരു വില്ലനും അവർ രണ്ടുപേരും ഇതൊന്നും കേൾക്കാതെ ഫൈറ്റ് ചെയ്യാൻ ഒരുങ്ങുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.